സാമൂഹ്യദ്രോഹി എന്ന നിലയിലുള്ള പ്രതിപാദനത്തിനായിരുന്നു പൊതുവിൽ മാധ്യമങ്ങൾ അന്ന് ആ പദം ഉപയോഗിച്ച് അൻവറിനെ പരിചയപ്പെടുത്തിയത്. അത്തരത്തിൽ മാധ്യമങ്ങൾ ചിത്രീകരിച്ച അൻവറിനെ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നു എന്നത് ശ്രദ്ധേയമാണ്. അവരുടെ പരാതികളെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായി ഉപയോഗിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി എന്നതുകൊണ്ട് മാത്രമാണ് അൻവറിനെ അന്ന് അവർ എതിർത്തത്. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുന്നത് എല്ലാവർക്കും കൃത്യമായിട്ട് രാഷ്ട്രീയ വിരുദ്ധത അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത എങ്ങനെയാണ് പ്രയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അവസരം നൽകുന്ന ഒന്നാണ്. അൻവർ പിന്തുണക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഒപ്പം നിൽക്കുമെന്നും അതാണ് അൻവറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അവസാനം വരെ പറഞ്ഞിട്ടുള്ള കാര്യം. മുഖ്യമന്ത്രിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അൻവർ പ്രസ്താവിച്ചപ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ചിത്രീകരിച്ച് ഒറ്റ മിനിറ്റ് കൊണ്ട് ചിത്രീകരിച്ചുകൊണ്ടിരുന്ന ചിത്രത്തിൽ അങ്ങോട്ട് മാറ്റം വരുത്തിയിട്ട് അവിടെ ഒരു പുതിയ ജീവി താരതമ്യം ചെയ്യാനല്ലേ നിങ്ങളെല്ലാം പുറപ്പെട്ടത്? എത്ര വേഗമാണ് മാറുന്നത്! ആ മാറ്റമാണ് കേരളം കണ്ടത്. അപ്പോൾ അൻവർ തന്നെ പറഞ്ഞു ആ ജീവി അത്ര മോശമല്ല, എലി, അതാണല്ലോ നിങ്ങൾ ഉപമിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അങ്ങേ അറ്റം വരെ കൊണ്ടുപോയി അതിൻ്റെ ഭാഗമായിട്ട് അൻവറിനെ എങ്ങനെയാണ് ഉപയോഗിക്കാനാവുക എന്നുള്ളതാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ ബൂർഷ്വാ പാർട്ടികളും യഥാർത്ഥത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ അയാൾ മോശക്കാരനാവുന്ന പ്രക്രിയയാണ് അൻവറിൻ്റെ ഇക്കാര്യത്തിലും അവർ ആവർത്തിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ സർക്കാരിൻ്റെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും എതിർക്കുവാനുള്ള സാധ്യതകൾ അന്വേഷിക്കുന്ന മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആഘോഷമാക്കി മാറ്റുവാനാണ് ഇപ്പോഴവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരം മോഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമ സുഹൃത്തുക്കളും ഓർക്കുന്നത് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. രാഷ്ട്രീയമായ കാര്യം വെച്ച് ഗവൺമെന്റിനെയും പാർട്ടിയെയും ആക്രമിക്കുന്നതിന് ഇത്തരത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളെ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങളൊന്നും വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതല്ല. തികച്ചും രാഷ്ട്രീയമാണ് എന്ന് സുധാകരന്റെ പ്രസ്താവനയോടുകൂടി എല്ലാവർക്കും മനസ്സിലായി. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ സമരമായിരുന്നു, ഇന്ന് കോൺഗ്രസിന്റെ സമരമായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിന്റെ ഭാഗമായിട്ട് തന്നെ സുധാകരൻ പറഞ്ഞത് പോലീസിനെ നേരിടുന്നതാണ്, സമരരംഗത്തല്ല എവിടെയായാലും. ഇതാ മറ്റോ ഡിവൈഎഫ്ഐക്കാരാണ് പറഞ്ഞിരുന്നതെങ്കിൽ നിങ്ങളുടെ മാധ്യമങ്ങൾ എന്തായിരുന്നു ഇന്നത്തെ വാർത്തയായിട്ട് വരിക? ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കേരളത്തിൽ ഇടതുപക്ഷക്കാരോ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാരോ ആരെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇന്നത്തെ ചർച്ച, ഇന്നലത്തെ ചർച്ച? എന്തേ നിങ്ങൾ ചർച്ച നടത്താൻ പറ്റാത്തത്? പോലീസിനെ ആക്രമിക്കും, നാട്ടിലായാലും ആക്രമിക്കും എന്ന് പറയുന്ന ഭരണഘടനാ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ ആഹ്വാനത്തെയും നിലപാടിനെയും നിങ്ങൾക്ക് എതിർക്കാൻ എന്തേ പറ്റാതിരിക്കുന്നത്? ഇന്നും പറഞ്ഞിരിക്കുകയാണ്, അടിക്കുക, പോലീസിനോട് പറയുകയാണ്. അക്രമത്തിന്റെ ഭാഗമായിട്ടുള്ള രീതിയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ രാഷ്ട്രീയം മാത്രമല്ല, അക്രമ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് കിട്ടിയ ഒരു അവസരമായിട്ടാണ് ഇതിനെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം. പിന്നെ പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ചില പത്രങ്ങൾ വണ്ടക്ക തലക്കെട്ടിലാണ് സമ്മേളനത്തെപ്പറ്റി എഴുതാൻ തുടങ്ങി. മുമ്പൊന്നും പ്രായ സമ്മേളനത്തെപ്പറ്റി ആർക്കും അറിയുന്നില്ല. പ്രായ സമ്മേളനം കഴിഞ്ഞാലാണ് പ്രായ സമ്മേളനം. ഇത് 38,000-ലധികം വരുന്ന പ്രായ സമ്മേളനങ്ങൾ കേരളത്തിൽ നടക്കുകയാണ്. ഈ ഒരു മാസക്കാലം കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റൊരറ്റം വരെ 38,000 പ്രായ സമ്മേളനത്തിലധികം നടക്കണം ഓരോ പ്രായ സമ്മേളനവും. അതിൻ്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും അവിടെ ഇവിടെ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് ബ്രാഞ്ച് സമ്മേളനം മുഴുവൻ വമ്പിച്ച രീതിയിലുള്ള കുഴപ്പമാണെന്ന് വരുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അതും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ്. അഞ്ചാമ്പടി ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. അഞ്ചാമ്പടി ആയതുകൊണ്ട് എന്താ എൻ്റെ നാടാണെന്നുള്ളത് കൊണ്ട് മാത്രം ഞാനെന്ത് പറയാതിരിക്കണം? ഏതെങ്കിലും സമ്മേളനങ്ങളൊക്കെ ചിലപ്പോൾ അവിടുത്തെ പ്രാദേശികമായ പ്രശ്നങ്ങളോ കാര്യങ്ങളോ കൊണ്ട് നിർത്തിവെച്ചിട്ടുണ്ടാവും. അങ്ങനെ നിർത്തിവെക്കാൻ പാടില്ല എന്നൊന്നും പാർട്ടി തീരുമാനിച്ചിട്ടില്ല.
അതാ പറയണ്ടേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു അജണ്ട കൈകാര്യം ചെയ്യാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നാട്ടിൽ തന്നെ സമ്മേളനം അലങ്കോലമാകുന്നു. സമ്മേളനം അലങ്കോലാവൂല. സമ്മേളനം നിർത്തിവെച്ചിരിക്കുന്നു. സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രക്രിയ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ആയിട്ടില്ല. ബ്രാഞ്ച് സമ്മേളനം ഇനി ഒരു മാസമുണ്ട് എല്ലാം കൂടി ചേർന്ന് പൂർത്തിയാവാൻ. കാരണം ഇതൊക്കെ സാധാരണ രീതിയിലുള്ളൊരു ഒപ്പിച്ചു പോകുന്ന സമ്മേളനമല്ല. ഇപ്പോൾ ചില പത്രങ്ങൾ ഇപ്പോഴങ്ങനെ എഴുതിയിട്ടുള്ളത് ആളെ കിട്ടാനില്ല സമ്മേളനത്തിലൊന്നും. സമ്മേളനത്തിൽ ബ്രാഞ്ച് സമ്മേളനത്തിലൊക്കെ ഏതാണ്ട് 100% അറ്റൻഡൻസാണ്. അല്ലാണ്ട് ആളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് സമ്മേളനം നടത്തണമെന്നല്ല സമ്മേളനത്തിന്റെ രീതി.